സോ ലൈക്ക് എന്ന് പെങ്ങള് ബിസ്ക്കറ്റ് എടുത്ത് അവളെ തല്ലുന്നവൻ. പെങ്ങളല്ല, അനിയനാണ്. നിനക്കല്ല, ഞാൻ ഇവന്റെ കാര്യം പറഞ്ഞു. അല്ല പോടാ ഇറങ്ങാം. പോയ ബുക്ക് മേടിച്ചു വെക്കുന്ന ഒരുത്തനെ ഞാൻ ആദ്യമായിട്ടാ കാണുന്നത്. ഇപ്പുറത്തും എടുത്തതാ, അവൻ ഏണി വെച്ചത് പിടിച്ചു. നോക്കിയതോലില്ല, ഞാൻ വിട്ടതാ. പാവം എന്റെ പെങ്ങൾ. എല്ലാവർക്കും സിബ്ലിംഗ് ആണല്ലോ. ചിക്കൻ കറി അടിച്ച ചിക്കൻ എരിച്ചും കറി നമുക്ക് പിന്നെ ചോദിച്ചിട്ടുള്ള കളിയൊന്നും വേണ്ട ഇവിടെ. അതൊക്കെ പുറത്ത് ഞാൻ മാത്രമാണ് ഫുഡ് എന്ന്. അനിയത്തി വീട്ടിലില്ലാത്തപ്പോ നമുക്ക് ചെയ്യാമല്ലോ. ഉള്ളപ്പം ചെയ്യുന്നതാണ് മോശം, ഉള്ളപ്പം ചെയ്യുന്നതാണ് അവൻ. അങ്ങോട്ട് ഫോക്കസ്, അങ്ങോട്ട് ഫോക്കസ്. ഞാൻ പാവം, അതെ വളരെ പാവമായിട്ടുള്ള. നീ പറഞ്ഞു ഞാൻ പറയാൻ വെച്ചിരുന്ന 2 ഉമ്മാര് പറഞ്ഞു. ഇനി എന്നാ പറയുന്ന ആലോചിച്ചോട്ടാ ഞാൻ. ഗ്യോത്തറോയും ദോഫ്ലമിംഗോയും. ദോഫ്ലമിംഗോ കാരണങ്ങളുണ്ട്. സോ ടോപ്പിക് ഓഫ് ദാറ്റ്, വില്ലൻ വിത്ത് ദ മോസ്റ്റ് ട്രാജിക് ബാക്ക് സ്റ്റോറി. ട്രാജിക് ബാക്ക് സ്റ്റോറി ഉള്ളൊരു വില്ലൻ. ട്രാജിക് ബാക്ക് സ്റ്റോറി മാത്രമേ കണ്ടിട്ടുള്ളൂ. അത് മാത്രമേ ഉള്ളൂ കിട്ടുന്ന ഷോട്ട് അടിക്കണ്ടേ. വില്ലൻ വിത്ത് ദ മോസ്റ്റ് ട്രാജിക് ബാക്ക് സ്റ്റോറി. നീ പറ, ഞാൻ ആലോചിക്കട്ടെ. നിങ്ങൾ പറയൂ. എന്നെ സംബന്ധിച്ച് ഇതാ ഇവനാണ് പെയിന്റതാണ് കുറച്ചുകൂടെ എന്നെ സംബന്ധിച്ച് ട്രാജിക് ബാക്ക് സ്റ്റോറി. കാരണം അച്ഛൻ അമ്മ എല്ലാം പോയി, മറ്റേ ഫ്രണ്ട് മരിക്കുന്നു. ലൈക്ക് അവനൊരു ഹോപ്പ് ഓഫ് ലൈറ്റ് ഉണ്ടായിരുന്നു. യഹിക്കോ എന്നുള്ളത് അവന്റെ ഹോപ്പ്. അവരുടെ ഒരു ചെറിയൊരു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു. അപ്പൊ അതില് ഹാൻസോ ഒന്ന് കൊല്ലുന്നു. ലൈക്ക് വാർ ടോൺ കൺട്രി, അവര് കഷ്ടപ്പാട് സഹിച്ച് ലൈക്ക് പോകുന്ന ഇത് എന്തെങ്കിലും നന്നായെന്നുള്ള ഒരു മൊമെന്റ് എത്തുമ്പോൾ അതും പോകുന്നു. ലൈക്ക് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ആൻഡ് അഗെയിൻ ഫെയിൽ ആയി പോകുന്നത്. സോ അത് ഓരോച്ചുമാരുണ്ട് അടുത്ത്. അത് നമ്മള് കുറച്ച് മാങ്ക ലെവലിൽ തിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് പറഞ്ഞ ആനിമ നിഞ്ച ബുക്ക് ലെവലിലൊക്കെ തിങ്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഒറോച്ചിമാരു ഈസ് ഹാഡ് എ റിയലി ഡാർക്ക് ബാക്ക് സ്റ്റോറി. ഈവൻ ഇമ്മോർട്ടാലിറ്റി എക്സ്പെരിമെന്റ് ഇത്ര ക്രൂഡായിട്ട് ചെയ്തു തുടങ്ങേണ്ട കാരണത്തിൽ ഒന്ന് നവാക്കിയാണ്. നവാക്കിയുടെ മരണം തൊട്ട് ഫ്രണ്ടില് കണ്ടതാണ്. ഒറോച്ചിമാരുടെ ആ വിഷമം പ്രകടിപ്പിക്കാനൊന്നും പറ്റില്ല. അപ്പോഴും മറ്റേ മൂഞ്ചിത്തുപ്പിയ മോതയും വെച്ചോണ്ടാണ് നിൽക്കുന്നത്. ഫസ്റ്റിൽ അവ ഇത്രയും എല്ലാം ആലോചിച്ച് കൂട്ടി അങ്ങനെയാണ് സുനാഡയുടെ. അത് ആ സമയത്ത് അവനല്ലേ മറ്റേ ആ ഒരു പെൻഡന്റ് എടുത്തോണ്ട് കൊടുക്കുന്ന തിരിച്ച്. അവൻ നവാക്കി ഓടി കൊച്ചേർക്ക് നന്നായിട്ട് പോകുന്നുണ്ടല്ലോ. അതിനുശേഷമാണ് അവൻ കുറെ കൂടി പറഞ്ഞ ഇതിന്റെ ഈ എക്സ്പെരിമെന്റ് കാര്യങ്ങളിലൊക്കെ ഒന്ന് അല്ല കഴിഞ്ഞിട്ടല്ലേ ഇവൻ ജുത്സുവിനെ കുറിച്ച് പഠിക്കണം. അതന്നെ അതിനുശേഷമാണ് അവൻ എക്സ്പെരിമെന്റ് പഠിക്കുമ്പം ഇത്രയും ജുത്സു ഒരു ജീവിതകാലം കൊണ്ട് പറ്റൂല. അതിന് വേണ്ടിയിട്ട് ആണ് അവൻ ഇമ്മോർട്ടാലിറ്റിയുടെ പിന്നാലെ പോകുന്നത്. അത് മാങ്കയിലെ സീൻസ് സെൻസർ ചെയ്യുന്നുണ്ടല്ലോ. മാങ്ക മാത്രമല്ല ഈ പറഞ്ഞ നിഞ്ച ബുക്ക് നമ്മളന്ന് പറഞ്ഞില്ലായിരുന്നു നിഞ്ച ബുക്കിന്റെ കാര്യം. അപ്പൊ അതിനകത്ത് അതും എല്ലാം കൂടി ചേർത്താലേ പറഞ്ഞ കറക്റ്റ് സ്റ്റോറി അതിന്റെ കിട്ടത്തുള്ളൂ. ഈ പുള്ളിക്കാരൻ്റെ ഈ കിഷിമോട്ടോയുടെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കിഷിമോട്ടോ ഒരു മെയിൻ സ്റ്റോറി ഇങ്ങനെ കൊടുത്തിട്ട് അതിനകത്തുള്ള ബാക്ക് ഈ ഓരോ ക്യാരക്ടേഴ്സിന്റെ സ്റ്റോറി ഉണ്ടല്ലോ, അത് സ്റ്റോറിയും ഹയറാർക്കിയും പുള്ളിക്കാരൻ ഈ നിഞ്ച ബുക്കിലും ഒക്കെ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് അതെല്ലാം കൂടി റിലേറ്റ് ചെയ്താൽ മാത്രമേ നരൂട്ടോയുടെ ഫുൾ സ്റ്റോറി നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം നരൂട്ടോ പലപ്പോഴും നമ്മൾ കാണുമ്പോൾ നമുക്ക് അതിനകത്ത് പ്ലോട്ട് ഹോൾസ് ഉള്ളതായിട്ട് തോന്നും. അതിന് കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാക്ക് സ്റ്റോറി അറിഞ്ഞൂടാത്തോണ്ട് അത് അറിയാമെങ്കിൽ ഈ പറഞ്ഞ ഹയറാർക്കി കംപ്ലീറ്റ് ആവും. ഓക്കെ, അത് ശരി തന്നെയാണ്. അധികം ഓളിയൊന്നുമില്ല ഈ പറഞ്ഞ അധികമൊന്നുമില്ല. പക്ഷെ ഇറ്റ് വർത്ത് റീഡിങ്. കാരണം ഇപ്പൊ നരൂട്ടോ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്, അത്രേ ഉള്ളൂ. അല്ലാതെ ഒരിതില്ല. പിന്നെ ഓക്കെ, അത് പിന്നെ ഒരു വേറൊരു ടോപ്പിക്കാണ് നരൂട്ടോയെ കുറിച്ചുള്ളത്. എനിക്ക് ആരും അങ്ങനെ കിട്ടുന്നില്ല, ഉള്ളതെല്ലാം പറയാൻ അവന്മാർക്ക് മറ്റേ ബാക്ക് സ്റ്റോറിയും കാര്യങ്ങളൊന്നും ഇല്ല.
ബാക്ക് സ്റ്റോറി ഉണ്ട്, പക്ഷെ ട്രാജിക് ആയിട്ടുള്ള ബാക്ക് സ്റ്റോറി ഒന്നുമില്ല. ഞാനോ ഫാദർ പുച്ചി എന്ന് പറഞ്ഞ ട്രാജിക് ബാക്ക് സ്റ്റോറി കൊണ്ട് വില്ലനായതല്ല, പക്ഷെ അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഡൂഫ്ലമിംഗോ ഒക്കെ ഒരു ട്രാജിക് പാസ്റ്റ് ആണെന്ന് തോന്നുന്നു. ആണ്. പക്ഷെ അതുകൊണ്ട് അവൻ വില്ലനായതല്ല, അവൻ ജനനം മുതലേ വില്ലനാണ്. എനിക്കിപ്പം പണക്കാരനായിട്ട് ജീവിക്കണോന്നുള്ളത് എനിക്കും ആഗ്രഹം കാണത്തില്ല ഇവിടെ. അതിപ്പോ എന്റെ വീട്ടുകാരെല്ലാം കൂടെ എല്ലാവരും വിറ്റുവാരി കൊടുത്തിട്ട് പണക്കാരനായി ജീവിച്ചിരുന്ന പെട്ടെന്നൊരു ദിവസം പാവപ്പെട്ട മാന്യമായ ആഗ്രഹമാണ്. ഇപ്പൊ തന്തപ്പടി എല്ലാം വിറ്റ് കൂട്ടിയിട്ട് അവസാനം പിന്നെ കയ്യിലിരിപ്പോണ്ടാണ് അങ്ങനെ പറ്റിയത്. സ്വാഭാവികമായിട്ട് ദേഷ്യം വരും. പിന്നെ അത് കൊണ്ട് അവൻ വില്ലനായില്ല, അവൻ വില്ലനായിരുന്നു. അല്ല, അവന് മെയിനായിട്ട് അവന്റെ ഒരു പവർ, അവൻ കോൺഗ്രഹാക്കി ആദ്യം യൂസ് ചെയ്യുന്നത് അവനെ കെട്ടിയിട്ടിട്ട് അടിയിൽ തീ കൂട്ടും എല്ലാവരും വീട്ടുകാരെല്ലാം കൂടി ഉണ്ട്. ആ സമയത്താണ് ഫസ്റ്റ് കോൺഗ്രഹാക്കി യൂസ് ചെയ്യുന്നത്. അതിനുശേഷമാണ് ഈ ചാവാലികളായ നിങ്ങള് ഞങ്ങളെ എതിർക്കുന്നു. ബോട്ടിൽ വന്ന് ഇറങ്ങിയപ്പോഴേ നമ്മുടെ അടിമകൾ എവിടെയെന്നല്ലേ. അല്ല, സ്വാഭാവികമായിട്ട് അവൻ ജനിച്ചു വളർന്നത് അങ്ങൊരു സ്ഥലത്താണ്. ആകെ ഡോങ്കിഹോട്ടെ ഫാമിലി മാത്രമേ ഉള്ളൂ കുറച്ചെങ്കിലും മനുഷ്യത്വമുള്ള ഒരു ഫാമിലി എന്ന് പറയുന്നത്. പക്ഷെ അല്ല, ഡോങ്കിഹോട്ടെ അതായത് ഇവന്റെ അച്ഛൻ, നോസ്ഗാർഡ്, ഇങ്ങനെയുള്ള കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. സോ ഇവരെല്ലാരും പക്ഷെ മാറിയല്ലോ. പക്ഷെ ഇവരെല്ലാരും ജീവിക്കുന്നത് ഈ പറഞ്ഞ മനുഷ്യന്മാര്, ബാക്കി സാധാരണക്കാര്, അല്ലെങ്കിൽ ഈ ഒരു ഇതിന് താഴെ ജീവിക്കുന്നവരെല്ലാരും അടിമകളാണ് ഞങ്ങളുടെ എന്ന് വിശ്വസിച്ചാണ് ഇവർ ഇത്ര നാൾ ജീവിക്കുന്നത്. സോ അതുകൊണ്ട് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. 100% true. എവിടെ കാണുന്ന. പക്ഷെ എന്നെ സംബന്ധിച്ചോളം ഞാൻ പറയുന്നത് ഡീമൺ സ്ലേയറിലെ മിക്ക ഡീമൺസിന്റെയും ബാക്ക് സ്റ്റോറി, വില്ലൻസിന്റെയും ബാക്ക് സ്റ്റോറി ട്രാജിക് ആണ്. എവിടെയോ ഞാൻ കണ്ടിട്ട് അതല്ല ഞാൻ പറയാൻ വന്നത്. ഞാൻ അവിടെ അല്ല, ഞാൻ അതല്ല പറയുന്നത്. എല്ലാ ഡീമൺസിന്റെയും ബാക്ക് സ്റ്റോറി ട്രാജിക് ഞാൻ പറഞ്ഞില്ലല്ലോ. മോസ്റ്റ് ഓഫ് ദ നാക്കിമയുടെ ട്രാജിക്കാണ് ബാക്ക് സ്റ്റോറി. നാക്കിമേ മറ്റേ ഇതുണ്ടല്ലോ, റീസെന്റ് ഡീമൺ, മറ്റേ ഇച്ചിരി സീനാണ്, ഡാർക്ക് സ്റ്റോറിയാണ്. ട്രാജിക് ആയിട്ട് പറയാൻ പറ്റുമോ? ഡാർക്കാണ് സംഭവം. ഇപ്പൊ ലോവർ മൂണിന്ന് അപ്പർ മൂണായതാ. അപ്പർ മൂൺ 4-നെ കഴിഞ്ഞ ആർക്കി കൊന്നേ. അത് അല്ലല്ല, പീസ് ആക്കി കളഞ്ഞു. കഴിഞ്ഞ ആർക്കി കൊന്നു. ഗ്യോക്കോ അവന് ബാക്ക് സ്റ്റോറി പോലും ഇല്ല. അവനെ പീസ് ആയിട്ട് വെട്ടിക്കളഞ്ഞു. ബാക്ക് സ്റ്റോറിക്കുള്ള സമയം കൊടുത്തില്ല. പറയുന്നതിന് മുമ്പ് തന്നെ അവനെ പീസ് ആക്കി കളഞ്ഞു. ഇല്ല, ബാക്ക് സ്റ്റോറി പറയാൻ വന്നതാ. അപ്പോഴാണ് ഇവൻ ഫുൾ പീസ് ആക്കുന്നത്. ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, എന്റെ ആർട്ട് ആരും അവന്റെ ആർട്ട് ആരും ഇത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഇവൻ കഥ പറയണതിന് മുമ്പ് അവനെ പീസ് ആക്കി കളഞ്ഞു. He was also a failed painter. ഹാൻടെങ്കുടെയും അത്രയും വലിയ ട്രാജിക് അല്ലായിരുന്നു അത്. ഇതാണ് ട്രാജിക് ആണ്. അവനെ കള്ളനായിട്ട് എല്ലാരും ചിത്രീകരിച്ചതാണ്. എല്ലാം ട്രാജിക് തന്നെയാണ്. ഡീമൺ സ്ലേയറാണ് കുറച്ച്. എനിക്ക് ഡീമൺ സ്ലേയർ ഏറ്റവും ഇഷ്ടമുള്ള പാർട്ടാണ് ഈ ഡീമൺസിന്റെ ബാക്ക് സ്റ്റോറിയാണ്. എനിക്ക് ഡീമൺ സ്ലേയറിൽ ഏറ്റവും ഇഷ്ടം. എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തതും അതാണ്. സത്യം വെട്ടിക്കെട്ടിട്ട് വില്ലനെങ്കിൽ വില്ലൻ അതങ്ങ് പണഞ്ഞിട്ട് വില്ലനായിട്ട് തന്നെ അങ്ങ് നിക്കണം. അല്ലാതെ അതൊക്കെ പറഞ്ഞിട്ട് താഞ്ചർ എങ്ങനെ നിക്കാം. അപ്പോഴാണല്ലോ അവരെ ഹ്യൂമൻ സൈഡ് വരുന്നത്. മരിക്കുമ്പോഴാണ് അവരെ ഹ്യൂമൻ സൈഡ്. കാണിച്ചു കൂട്ടിയാലും കുഴപ്പമില്ല. ജയസൂര്യ മറ്റേ ചതിക്കാത്ത ജന്തുവിനെ അടിക്കില്ലേ 3. എനിക്ക് ഇഷ്ടമല്ലാത്ത കാര്യം അത്. ഈ പറഞ്ഞ വില്ലൻ അങ്ങ് വില്ലനാണെന്ന് പറഞ്ഞാണ്. അല്ലാതെ പിന്നെ അവസാനം ചാവുന്നതിന് തൊട്ട് മുമ്പ് ഗ്ലോറിഫൈ ചെയ്യരുത്. ഒരു മാരില്ല ഇത്താച്ചിയെ കാണിക്കുന്ന കാണിക്കരുത് കേട്ടല്ലോ. ഇറ്റാച്ചി ഫാൻ ബോയ്സ് ഒരുമാതിരി അവിടുന്ന് ഒരു ചപ്പല് പറക്കുന്നു. ഏതാ ഇതിപ്പോ ഒരു തവണ 2 തവണയൊക്കെ ആണെങ്കിൽ ഓക്കെ ആണ്. ഇതിപ്പോ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് ഒരു സിന്റാക്സ് ആയിപ്പോയി.
ഇങ്ങനെ അങ്ങ് കാണിച്ചു കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇത് ഈ ഫാൻസിനെ പിടിക്കാനുള്ള ഒരു ലോവർ വല്ലപ്പോഴാണ് അവൻ പറയട്ടെ. വീണ്ടും ഡിമിസ്ലെയർ ആണ് പറയട്ടെ. പറ ഇത്രയും ബിൽഡപ്പ് വേണോ? ഞാൻ കൗണ്ട് ചെയ്യുന്ന 6 ബാക്ക് സ്റ്റോറി. മറ്റേ സ്പൈഡർ ഡീമൻ അവന്റെ പേരെന്തായിരുന്നു? റിയു എന്തോന്ന്. അവന്റെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു, അവന്റെ ഫാമിലിയുടെ ഇത് ബാക്ക് സ്റ്റോറി. രണ്ടാമത്തത് അത് കഴിഞ്ഞിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഡീമൻ, മറ്റേ ട്രെയിനിലെ ഡീമൻ, അവൾക്ക് ബാക്ക് സ്റ്റോറി ഉണ്ടായിരുന്നു. അത് മറ്റേ ഇതുണ്ടല്ലോ ഡ്രംസ് ഉള്ള ഒരുത്തെ, അത് ബാക്ക് സ്റ്റോറിയാണ്. അവന്റെ ഡ്രംസിനെ തുടക്കം, ഡ്രംസിന്റെ കഴിഞ്ഞിട്ടാണ് സ്പൈഡർ വരുന്നത്. സീസണിലെ ഒരു പെണ്ണിനെ കൊല്ലത്തില്ലേ മറ്റേ വായിന്ന് കാട്ടിനകത്ത്, മറ്റേ ഗോൾ എറിഞ്ഞ് കളിക്കുന്നത്. സ്ട്രിങ്സ് വെച്ചോണ്ട് റൂയിയുടെ ഫാമിലി, റൂയിയുടെ സിസ്റ്റർ. അവൾ വന്നിട്ട് എനിക്ക് ഇത് താല്പര്യമില്ല, അവളെ തന്നെ അങ്ങ് അവളാണോ കൊല്ലുന്നത്? സെറീനിറ്റി എന്ന് പറയും. ഇവ ഫുൾ ഇതൊക്കെ ചെയ്ത് വന്നിട്ട് വരുമ്പോ ആ സീനിലാണ് ശരിക്കും മറ്റേ ബാക്ക് സ്റ്റോറിയിൽ നമുക്ക് വിഷമം തോന്നുന്നത്. പിന്നെ അത് കഴിഞ്ഞ വന്താ സുട്ടാ തത്താ റിപ്പീറ്റ്, അത് തന്നെ സാധനം. അത് റിയുയുടെ ഞാൻ നേരത്തെ ഇവനോട് സംസാരിച്ചായിരുന്നു അതിന്റെ കാര്യം. റിയു അതൊരു ട്രാജിക് ബാക്ക് സ്റ്റോറി ആയിരുന്നു. അത് നമ്മൾ കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സാഡ് ഫീലിംഗ് തോന്നിക്കും. പിന്നെ അങ്ങോട്ട് വരുമ്പോഴത്തേക്കും എല്ലാവർക്കും ഉള്ള പ്രശ്നങ്ങളോ അല്ലെങ്കിൽ നമ്മൾ കേട്ടിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെയാണ് ഇവരുടെയും പ്രശ്നങ്ങൾ. ഒന്നുകിൽ ഇവരുടെ ദാരിദ്ര്യമായിരിക്കും അവരുടെ പ്രശ്നം, അല്ലെങ്കിൽ അവന്റെ ഗ്യൂത്താറോന്റെ അത് കുറച്ച് ഡാർക്ക് ആൻഡ് ട്രാജിക് ആയിരുന്നു ഗുയത്താറിന്റെ. അവനവന്റെ അനിയത്തിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അവളെ ജീവനോടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് he fused his body towards her. അല്ല, അവസാനം അവന്റെ ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ, നല്ല ഏതെങ്കിലും കുടുംബത്തിൽ ജനിച്ചിരുന്നെങ്കിൽ അവളെങ്കിലും സുഖമായിട്ട് ജീവിച്ചേനെ എന്നും പറഞ്ഞിട്ട്. ആ സീനൊക്കെ അല്ല, ഇതിപ്പോ വന്നു വന്നൊരു ഇക്വേഷൻ പോലെ ആയി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ കാണിക്കുന്നത്. അപ്പർ മൂൺ ഫോറിന്റെ എല്ലാം ആദ്യം തീഫ് അല്ലായിരുന്നു. അവനെ ആദ്യം തീഫ് അല്ലായിരുന്നിട്ട് അവനെ ബ്രാൻഡ് ചെയ്തതിന് ശേഷമാണ് പിന്നെ അവന് വേറെ ഓപ്ഷൻ ഇല്ലാതെ അവൻ തുടങ്ങുന്നത്. അതിനുശേഷം പിന്നീട് ഇവൻ കാല് പിടിച്ചൊക്കെ പറയും ഒരാളുടെ. ഭ്രാന്തന്റെ അവസാനമാണ് അയാളെ കൊല്ലുന്നത്. ജഡ്ജിനോട് പറയുന്നത് അവൻ കള്ളത്തിനെ കാണിച്ചിട്ടില്ല. അവ സ്റ്റാർട്ടിങ്ങിൽ അങ്ങനല്ല, സ്റ്റാർട്ടിങ്ങിൽ അങ്ങനല്ലായിരുന്നു. അങ്ങനെയാണ് സ്റ്റാർട്ട് ആവുന്നത്. കഥയുടെ സ്റ്റാർട്ടിങ്ങിനകത്ത് ഇവനെ ബ്രാൻഡ് ചെയ്യും. അവൻ ബ്ലൈൻഡ് ആണ്, എന്റെ കൈ. ഹീസ് എ ക്ലെപ്റ്റോമാനിയക്. അത് നോട്ട് സച്ച് എ ട്രാജിക് ബാക്ക് സ്റ്റോറി. ജോക്കോ നെവർ ഗോട്ട് വൺ. ഇത് അല്ല, പിന്നീട് ഇത് പല ആനിമയിൽ ഇപ്പൊ നമ്മൾ എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു 70% ഓഫ് ദ ആനിമയ്ക്കകത്തും ഒരു വില്ലനെ കാണിക്കുന്നു, അതിനൊരു ബാക്ക് സ്റ്റോറി എടുക്കുന്നു. അതൊരു തരം ഇക്വേഷൻ ആയിട്ട് മാറി. അതായത് ആൾക്കാരെ ഇമോഷണലി കുറച്ചുകൂടി അറ്റാച്ച് ചെയ്യിക്കാൻ വേണ്ടി ഇങ്ങനെ പറ്റുമെന്ന് അവർക്ക് മനസ്സിലായി. കാരണം എവരിബഡി ലൈക്ക് ടു കണക്ട് വിത്ത് ദ ക്യാരക്ടേഴ്സ്. ഒരു കണക്ഷൻ തോന്നിയാൽ മാത്രമേ ആ ഒരു ആനിമയോട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനോട് നമുക്കൊരു ഇഷ്ടം തോന്നത്തുള്ളൂ. സോ കണക്ട് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ഒരു കാര്യത്തിൽ ബ്ലീച്ചിന്റെ ബാക്ക് സ്റ്റോറി വളരെ കുറവാണ്. ജോജോസിന് ബാക്ക് സ്റ്റോറി കഥയില്ലല്ലോ. കഥയില്ല, ബാക്ക് സ്റ്റോറി കാണിക്കൂലല്ലോ. അല്ല, പറയട്ടെ ബാക്ക് സ്റ്റോറി ബ്ലീച്ചിന്റെ ഞാൻ ട്രിഗർ ആവത്തില്ലല്ലോ. ബ്ലീച്ചിന് ട്രിഗർ ആവുന്ന കരുണല്ലേ. ബ്ലീച്ച് ഫാൻസ് ഉണ്ട് ആക്ച്വലി നമ്മുടെ യൂട്യൂബ് കമ്മ്യൂണിറ്റിയിൽ, അനിമേ കമ്മ്യൂണിറ്റിയിൽ ഉണ്ടോ എന്നുള്ളത് നമുക്കൊരു ചെക്ക് എടുത്താൽ നമ്മൾ എന്തായാലും ഇടാം. ആരാ ഓക്കെ. സോ OST കൊണ്ട് മാത്രമാണ് ഞാൻ പടം സീരീസ് ആണെന്ന് തുടങ്ങിയത്. സോ നമുക്ക് എന്തായാലും ഇടാം, കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇടാം. അല്ല, ഫസ്റ്റ് ആർക്ക് നല്ലതായിരുന്നു. ഫസ്റ്റ് ആർക്ക് നല്ലതായിരുന്നു. സൊസൈറ്റി ആണും ഷിനിഗാമി ആർക്കും നല്ലതായിരുന്നു. ഷിനിഗാമി ആർക്കെന്ന് പറഞ്ഞാൽ ഇവൻ ആദ്യം മറ്റേ റുക്കിയുടെ പവർ ഉണ്ടാവുന്നത്, അതിനുശേഷം ഇവൻ ചെല്ലുമ്പോഴാണ് സോൾ സൊസൈറ്റി ആർക്ക് സ്റ്റാർട്ട് ആവുന്നത്. ഈ രണ്ടാർക്കും നല്ലതായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങോട്ട് ആയപ്പോഴത്തേക്കും ഇതൊക്കെ തന്നെ അല്ലേ. ആ സീസൺ കാരണമാണ് എല്ലാരും ബ്ലീച്ച് ഇട്ടിട്ട് പോകുന്നത്. അത് മാത്രമല്ല, ഒരാർക്ക് തീർന്നു കഴിയുമ്പം
അതിന് തൊട്ട് മുമ്പത്തെ ആർക്കിൽ ഇവനൊരു പവർ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതായത് ഷിനിഗാമിയോ എന്തെങ്കിലും ഒരു പവർ അച്ചീവ്, ആ പവറിനെ നെർഫ് ചെയ്തുകൊണ്ടായിരിക്കും അടുത്ത ആർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഷിനിഗാമി പവർ അവന് കിട്ടിയതിന് ശേഷമാണ് ഫുൾ ബ്രിങ്ങർ ആർക്ക് തുടങ്ങുമ്പം ഷിനിഗാമി പവർ നെർഫ് ചെയ്തുകൊണ്ടാണ് അവന് ഫുൾ ബ്രിങ്ങർ ഇത് പവർ കൊടുക്കുന്നത്. സോ ഹി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ സ്ക്രാച്ച് അഗെയിൻ. സോ അങ്ങനെ വരുന്നത്. അതിനുശേഷം ക്വിൻസി പവർ കൊടുക്കുമ്പോഴത്തേക്കും പിന്നീട് പറയുന്നത് അയ്യേ ഷിനിഗാമിക്ക് ഒരു പവറേ ഇല്ല, ഷിനിഗാമി പവർ കൊണ്ട് ക്വിൻസിയെ തൊടാൻ പോലും പറ്റത്തില്ലെന്ന്. അതിനുശേഷം പിന്നെ ഇവന് ക്വിൻസി പവർ ആവുന്നു. സോ ക്യാരക്ടറിന് ഈ പറഞ്ഞ രീതിയിൽ അങ്ങ് അവന്റെ ഇഷ്ടം അല്ല, ക്വിൻസി മാത്രം വെച്ചല്ല ഫൈറ്റ് ചെയ്യുന്നത്. അത് പിന്നെ അതിനെക്കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ വേണ്ട, ബ്ലീച്ച് എപ്പിസോഡ് ഞാൻ ഇവിടെ മോളിൽ കൊടുക്കാം. We can see that. Okay. Moving on. ബാക്കിയെല്ലാം പിന്നെ മറ്റേ ഓക്സ്ഫോർഡ് ലെവലാണല്ലോ, പറയിപ്പിക്കരുത്. So what's the next question? Most intimidating villain. Like villain നമ്മളവനെ കാണുമ്പോൾ മറ്റേ ഇവൻ വില്ലനാണ്, ആ സംഭവം അടിക്കണ ഒരു വില്ലൻ ആരാ? All for One. Oh wait, yes. Sorry. All for One. എനിക്ക് All for One ആണ്. കാരണം All for One-ന് ആ മജയുണ്ട്, മറ്റേ ഇന്റിമിഡേഷൻ തോന്നുമ്പോൾ ഒരു വില്ലൻ, ഇവൻ വില്ലനാണ്, ഒരു കരിസ്മയുണ്ട്, മാരക സെറ്റ്. All for One ആണ് അണ്ണന്റെ എന്താണ്? All for One ഞാൻ യോജിക്കുന്നു. എന്റെ ഡിഫറെന്റ് ആണ്. ഞാൻ പറഞ്ഞ പിന്നെ എന്നെ മാറ്റി പഠിപ്പിച്ചു. ഞാൻ പറഞ്ഞില്ല, മലയാളം അറിയാത്ത ഫ്യൂറി ഇത് കെട്ടാൻ പറ്റൂല. അങ്ങനെ കണ്ട മാത്രമേ വില്ലെന്ന് തോന്നുവാണെങ്കിൽ മറ്റേ മാതരയുടെ എൻട്രി നറൂട്ടോയില് ഹൈപ്പ് ചെയ്തിട്ട് കൈ മടക്കി താഴെ നോക്കി കേൾക്കുമ്പോഴത്തേക്ക് ഒരു സീനുണ്ട്, അത് നല്ലൊരു നമ്മുടെ കഴിഞ്ഞ നറൂട്ടോ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, മറ്റേ 9 ടൈൽഡ് ബീസ്റ്റും ഷിനോബി അലയൻസും എല്ലാവരുടെയും മുമ്പിലും കണ്ണുപോലും കാണാതെ നിന്ന് ചിരിക്കണമെങ്കിൽ ആ പവർ. അതെ, പെൻ എൻട്രി നൈസ് ആണ്. Your take on this question? Crocodile. വൺ പീസിലെ വില്ലനാണ് ക്രോക്കഡൈൽ. അത് വേറെ കൊണ്ടല്ല, നമ്മളാ ഒരു ആർക്ക് കാണുന്ന സമയത്തെ നമ്മളെ വില്ലനെ കാണിച്ചു, അപ്പോൾ അതുവരെയുള്ള കാണിച്ചിട്ടുള്ള വില്ലൻസിന്റെ കണക്കല്ല, ഹീസ് ഹൈലി പവർഫുൾ. അപ്പോഴും നമുക്ക് തന്നെ തോന്നുന്നു ലൂഫി ഇവനെ എങ്ങനെ ഇവനെ തോപ്പിക്കും. ലൂഫി ഇവനെ ഡഗ്ലസ് ബുള്ളറ്റ് അല്ല, ക്രൊക്കഡൈലിന്റെ കാര്യം ഞാൻ പറയാൻ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് തന്നെ ഒരു ഡൗട്ട് വരും, അവനെ എങ്ങനെ തോപ്പിക്കാന്. കാരണം ഹാക്കി ആ സമയത്തില്ല, ലൂഫിയെ കൊണ്ട് അവനെ ഇടിക്കാൻ പറ്റത്തില്ല, അവനെ കടിക്കാൻ പറ്റില്ല, അവനെ തിന്നാൻ പോലും പറ്റൂല. അത് പക്ക ഇന്റിമിഡേറ്റിംഗ്. അത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എന്തിനു ചെയ്യൂടെ എന്നുള്ള സെറ്റപ്പ്. സ്മോക്കർ അതുപോലായിരുന്നു ഒരു സമയത്ത്. പക്ഷെ അത് സ്മോക്കർ പിന്നെ മറിയനായിരുന്നു, നല്ലവനാണെന്നുള്ളൊരു ഇത് നമുക്ക് ആദ്യം തന്നായിരുന്നു. ജയേഷ് എടുത്തോണ്ട് ഒരു പായ തലാണെ മേടിച്ച ഉറങ്ങുമല്ലായിരുന്നു. സ്മോക്കർ എന്ന് പറഞ്ഞപ്പോ നേരെ കൈ എന്റെ മുമ്പിലാണ് ചോണ്ടിയത്, അതാണ് ഞാൻ നോക്കിയത്. അയ്യ അന്ത സ്മോക്കർ അല്ല ബൈ, സ്മോക്കർ അല്ല മനസ്സിലായി, വൺ പീസിലെ ക്യാരക്ടർ എന്ന് മനസ്സിലായി. പക്ഷെ കൈ ചൂണ്ടിയത് പോയത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അല്ല, നേരത്തെ ക്രോക്കഡൈൽ എന്ന് പറഞ്ഞപ്പോ അതാണ് ഇത്. ഇനി എന്നെയാണോ വൺ പീസ് ആണോ പറയണെന്ന് ഒരു കൺഫ്യൂഷൻ. ഇനി ജോജോയിലൊരു വില്ലനുണ്ട്, മറ്റേ പാർട്ട് 8 ആ വില്ലനല്ല, വലിയ വില്ലന്റെ സ്റ്റാൻഡിനാണ് കുറച്ചുകൂടി ഇന്റിമിഡേഷൻ. ഞാൻ പറ്റിയാണ് ഞാൻ ഇടാം, കാരണം ജോജോ അധികാരം കാണാത്തതുകൊണ്ട് ഇവിടെ ഇട്ടേക്കാം. ജോജോയ്ക്ക് വേണ്ടി ആരോ ഇൻസ്റ്റാഗ്രാമില് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നീ എന്റെ അടുത്ത് പറഞ്ഞിട്ട് ഞാൻ നോക്കി. നമ്മൾ ഒരു വീഡിയോ ചെയ്തതല്ലേ ജോജോയെ പറ്റി, ഒരു വീഡിയോ പഴയ വീഡിയോ ഉണ്ട്. അല്ല JJK പിന്നെ ഒരാള് മാത്രം കണ്ടതായിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അത് താഴെ ലിങ്ക് കൊടുത്തേക്കാം. പിന്നെ വൈകാതെ തന്നെ ഞങ്ങളെല്ലാരും കുറച്ചുകൂടെ കണ്ടിട്ട് ഒരു വീഡിയോ ഒന്നുകൂടെ ചെയ്യുന്നതായിരിക്കും. മറ്റേ കോട്ട് അപ്പ് ടു വൺ പീസ് പോലെ, അതെ, കോട്ട് അപ്പ് ടു ജോജോസ് എന്ന് പറഞ്ഞിട്ട് കരുണ വെച്ചിട്ട് സ്പെഷ്യൽ അല്ലേ ജുബൈർ ജി, നീയും കണ്ടിട്ട് പറഞ്ഞു. അന്ന് കരുണായിരിക്കും നടുക്കിരിക്കുന്നത്, കരുണായിരിക്കും മറ്റേ രാജാവ്. അതാ മറ്റേ കൂട്ടപ്രയാണം.
അല്ല അപ്പോഴെല്ലാരും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റിമിഡേറ്റിംഗ്. 7ാമത്തെ മാങ്കയാണ്. 7ാമത്തെ ആനിമേറ്റഡ് ആകാൻ പോകുന്നു. 6 പാർട്ടും ഉണ്ട് അനിമേറ്റഡ് ആണ്. ഞാൻ 3 അപ്പൊ എല്ലാരും 3 പേരല്ലേ? അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീസൺ 4 കണ്ടു. സീസൺ 4 പകുതി. അതിന് മെയിൻ കാരണം ഞാൻ സീസൺ 4 സ്റ്റാർട്ടിങ് കാരണം അതിന് മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേവറേറ്റ് ജോജോ എന്ന് പറയുന്നത് ജോസഫ് ജോസ്റ്റർ ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ആ ജോസഫ് ജോസ്റ്റർ എന്ന് പറഞ്ഞാൽ ഹി വാസ് എ വണ്ടർഫുൾ MC. കാരണം നമുക്ക് ബെസ്റ്റ് MCകളുടെ കൂടെ തന്നെ നമുക്ക് എടുത്ത് പറയാൻ പറ്റുന്ന ഒരു ടോപ്പ് 5 ടോപ്പ് 10 പറയാവുന്ന ക്യാരക്ടറാണ്. അത് തന്നെ 5 സീസൺ പക്ഷെ 6 പാർട്ടുണ്ട്. സീസൺ 1 ആദ്യത്തെ 2 പാർട്ട് കാണിക്കുന്നുണ്ട്. ജോജോയില് ആ പറഞ്ഞ ഇത്രയും ജോജോമാര് വന്നതിനകത്ത് ജോസഫിന്റെ അത്രയും ഒരു ടോപ്പ് 10 എന്തുവാ MCകളെ എടുത്താൽ പോലും അതിനകത്ത് ജോസഫ് ജോസ്റ്ററിന് ഒരു ഇടം ഉണ്ട്. അത് മറ്റേ ജോനത്തൻ ഒരു മറ്റേ ഇള്ളിള്ള പിള്ളയും ആയിപ്പോയി. ഒരുമാതിരി മറ്റേ തന്ത വൈബ്, സിഗ്മ വൈബ്. സിഗ്മ വൈബ് അല്ല, എന്തോ റിട്ടാർഡ് വൈബായിരുന്നു കുറച്ച് എടുത്തത്. തേർഡ് പാർട്ടിൽ അവതോളം മറ്റേ ഒരു മണ്ടൻ ഇഗിയാണ് പാർട്ട് 3 കൊണ്ടുപോയത്. അയ്യോ വോൾറഫിന്റെ ആ സീൻ കക്കൂസ് ഞാൻ എന്തായാലും ആ സീൻ ഇവിടെ പ്ലേ ചെയ്യാം. ഇഷ്ടംപോലെ ആൾക്കാർ കാണുമായിരിക്കും. അത് ഇതെന്താ കക്കൂസ് ഇങ്ങനെ ഇരിക്കുന്നതെന്ന് നോക്കുമ്പോ പന്നി കഥയിലിരുന്നു. എന്തിനാണ്? തിന്നാൻ വേണ്ടിട്ടാ. ഇതൊക്കെ ഇവിടെ സാധാരണ. ജോസഫ് ജോസ്റ്റാറിനെ കൊണ്ടുവന്ന അത്രയും കിടിലായിട്ട് പോകുന്ന ഒരു ക്യാരക്ടറിന് പിന്നെ ഒരു ജോജോയും വന്നിട്ടില്ല അങ്ങനെ. ആ ഒരു വൈബില് പിന്നെ വേറെ അതിനെ പിന്നെ ജോജോ ഓരോ വൈബാണ്. അതുമായിട്ട് ഇത്തിരി സിമിലാരിറ്റി ഉള്ളത് ജോളിനുണ്ട്. അല്ല ആ ഒരു ജോജോടെ ആ ഒരു അതിനുശേഷം നെർഫ് ചെയ്ത് കളഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ സീസൺ 4 മുതല് മറ്റേ ജോത്താറുവിനെ പയ്യെ നെർഫ് ചെയ്ത് തുടങ്ങി. ഒരു കാര്യം മനസ്സിലാക്കുക, സീസൺ 1 ഇപ്പം ഒരു പാർട്ടിൽ കാണിക്കുന്ന അടുത്ത പാർട്ടിൽ പ്രതീക്ഷിക്കണ്ട, കാണൂല, എന്തായാലും നെർഫ് ചെയ്യിപ്പിക്കും. പാർട്ട് 6 വരുമ്പോ നിങ്ങള് ഓടിക്കും. കൊന്നാ മതി, കൊന്നാ മതി. സംസാരിച്ചാണ് ഇങ്ങനെ എത്തിയത്. ശരിയാണ്. ഇന്റിമിഡേറ്റിംഗ് വില്ലനെ കുറിച്ചാണ് തുടങ്ങിയത്. ഇന്റിമിഡേറ്റിംഗ് വില്ലൻ അങ്ങനെ ബ്രാൻഡോ ഡിയോ ബ്രാൻഡോ കാസ് ഇന്റിമിഡേറ്റിംഗ് ആണ്. കീറ യോഷിക്കാകെ ഇന്റിമിഡേറ്റ്. മിക്ക ജോജോ വെരി ഇന്റിമിഡേറ്റിംഗ്. സുക്കുണയുടെ മറ്റേ ഇതുണ്ട്, ഒരു ഡയലോഗ് ഉണ്ടല്ലോ, മറ്റേ മറ്റേ വാള് യൂസ് ചെയ്യുന്നതിന്റെ പറയില്ല, അനങ്ങരുതെന്ന് പറഞ്ഞ മറ്റേ പാണ്ട് എടുത്തത്. ഇംഗ്ലീഷ് ഓഫ് സ്പാനിഷ്. ഇംഗ്ലീഷ് ഓഫ് സ്പാനിഷ്. എന്താണ് സ്റ്റക്ക് ചെയ്തിരിക്കുന്നത്? ഡയലോഗ് വില്ലൻ അല്ല പക്ഷെ ജോക്കർ. ഓൾ ഫോർ വൺ അതല്ലാണ്ട് വേറെ ഒരു തന്നെ ആരായിരുന്നു? മറ്റേ ഇവൻ ഉണ്ടായിരുന്നല്ലോ, സത്യം ഓവർഹോളിന്റെ പവർ സൂപ്പർ പവറാണ്. തൊടുന്നത് നമ്മൾ മറ്റേ ഇതായി പോയി നശിപ്പിച്ചിട്ട് ഓവർഹോൾ. അത് മറ്റേ വല്ലാത്തൊരു പവറായി. എന്നിട്ട് ഈ കൈ റീസ്റ്റോർ ചെയ്യണ കൈ നശിപ്പിക്കുക. അതെനക്ക് ഇന്റിമിഡേറ്റിംഗ് ആയിട്ടുള്ള വേറൊരു ക്യാരക്ടർ ഉണ്ട്, പക്ഷെ അത് വില്ലനല്ല, മെർലിയോണ. ബ്ലാക്ക് ക്ലോവറിലെ സറാക്കിയുടെ ഫീമെയില്. അത് യാമിയെ നമുക്കറിയാം, യാമി പൊട്ട പവർഫുൾ ആണ്. ഈ മെർലിയോണ വീട്ടിൽ ഇതിനകത്തോട്ട് കയറി വരുമ്പോഴത്തേക്കാ ഒരു വൈൽഡ് ആനിമൽ വീട്ടിൽ കയറിട്ട് എല്ലാവരും ഇറങ്ങി ഓടിക്കോളാം. സത്യമാണ്. അത് യാമി ഇറങ്ങിയിരുന്ന മനുഷ്യനെ ഒന്ന് തൂറാനും. യാമി എങ്ങനെ ഇറങ്ങി? യാമി 90% സമയത്ത് അക്കൂസില്ല. ഫുൾ ടൈം കക്കൂസിലല്ലേ അവൻ. മറ്റേ അതിനുശേഷം ഏതോ ഒരു സീസൺ ഇതിനകത്താന്ന് തോന്നുന്നു, ഏതോ ഒരു ഫില്ലർ എപ്പിസോഡിനകത്തുണ്ടാന്ന് തോന്നുന്നു.
ഇവൻ ഈ പറഞ്ഞ ആ ഒരു വീട് മൊത്തവും അങ്ങ് പഴയതായി പോകും. അപ്പോഴത്തേക്കും ഇവൻ ആകെ അറിയേണ്ടുള്ളത് ഇവന്റെ കക്കൂസ് അവിടെ വന്നാ എടാ എന്റെ കക്കൂസ് അത് ശരിയാക്കടാന്ന് പറയുന്നത്. പിന്നെ യൂഹബ് ബഹ അത്യാവശ്യം ഇന്റിമിഡേറ്റിംഗ് ആണ്, ഉള്ളവർക്ക് അറിയാം. അങ്ങനെ ഡെബ്യൂ സീൻ അറിയാം. ആരാന്ന് മനസ്സിലായില്ലെങ്കിൽ യാച്ച് എന്നാണ്, അതാണ് യുഹബഹ. ഓക്കെ, വേറെ ആരൊക്കെ ഉണ്ട്? അല്ല, മോസ്റ്റ് ഓഫ് ദ വില്ലൻസ് ആർ ഇന്റിമിഡേറ്റിംഗ് ഇൻ മൈ ഒപ്പീനിയൻ. ഈവൻ ഈ പറഞ്ഞ നമ്മളിപ്പോ കൈഡോയെ പറയുകയാണെങ്കിൽ കൈഡോ ഇസ് ആൾസോ ഇന്റിമിഡേറ്റിംഗ്. യോഹാൻ ലീബർട്ടിനെ പറയുകയാണെങ്കിൽ യോഹാൻ ലീബർട്ടിനെ കാണിക്കുമ്പോ സീനുകളെല്ലാം സത്യം പറഞ്ഞാൽ മോൺസ്റ്ററിൽ പീക്കാ. ആ കിഡും അപ്പും ഒക്കെ മറ്റേ എനിക്ക് ഇന്റിമിഡേഷൻ എന്ന് പറഞ്ഞാൽ ഇവന് കിട്ടി, ക്രൊക്കഡൈലിന് കിട്ടിയായിരുന്നു. ഞാൻ ആ സമയത്ത് കാണുമ്പോഴത്തേക്ക് ഇവന് എന്തിനു ചെയ്യൂടെ, ആ ഒരു സാധനം ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ഇവന്. ആ ഒരു ഇതായിരുന്നു അത്. ആ ലൂഫിയുടെ നമുക്ക് 2 തവണ അവനെ കൊല്ലുന്നതിന്റെ പക്കത്തെത്തിച്ച് ഇനി എന്തിരി അത് ആ കാണിയ സീൻ എന്തുവായിരുന്നു, അത് പീക്കല്ലായിരുന്നു മറ്റേ ഇമ്പൽ ഡൗണിലുള്ള. ഇവൻ കാണുമ്പോ ഇവന് PTSD അടിക്കും, ലൂഫിക്ക് PTSD അടിക്കും. തിരിച്ചു വന്ന ആ സീൻ ഇവിടെ കണ്ടോ, അല്ല ട്രിഗർ ചെയ്തേക്കടെ. ചിരി ഉൾപ്പെടെ അല്ല ട്രിഗർ ചെയ്യണം. അല്ല അങ്ങനെയാണ് ഇവൻ പറഞ്ഞല്ലേ ഡഗ്ലസ് ബുള്ളറ്റ് മറ്റേ ബ്ലാക്ക് ബിയർഡ് അതിനകത്ത് വരുമ്പോഴത്തേക്കും ബാക്കി ആരെ വേണം എടുത്തോ അവനെ മാത്രം എടുക്കണ്ട. നീ പാവം പയ്യനെ അത് മറ്റേ നമ്മള് വണ്ടിക്കകത്ത് വരെ തലയിട്ട് കിടക്കുന്ന മറ്റേ ഇത് വെക്കല്ല, മര്യാദ വേണോടാ മര്യാദ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ബ്ലൈൻഡ് റാങ്കിങ് വെച്ച് ബ്ലൈൻഡ് റാങ്കിങ് വെച്ച്. സോ അപ്പം ഇവനും കൂടെ ഉണ്ടല്ലോ ബ്ലൈൻഡ് റാങ്കിങ്. ബ്ലൈൻഡ് റാങ്കിങ് ചെറിയ യൂഷ്വലി നമ്മൾ കഴിഞ്ഞ മുമ്പത്തെ എപ്പിസോഡിൽ ചെയ്ത ബ്ലൈൻഡ് റാങ്കിങ് ഒരു 5 അനിമേ വില്ലൻസിന്റെ പേര് പറയും. നമ്മളെല്ലാത്തിനും തെച്ച് കളിക്കാരുടെ കളി ഗെയിം എന്ന് പറഞ്ഞാൽ ഗൈസ് ആലോചിക്കണം. ഒരു ഗെയിം എന്ന് പറഞ്ഞാൽ അതിന്റെ റൂൾസ് ഫോളോ ചെയ്യണം, അത് ചെയ്യാതെ എടാ പിന്നെ ബ്ലൈൻഡ് റാങ്കിങ് എന്ന് പറയുന്നത് 5 വില്ലൻസ് പറയും. പക്ഷെ റാൻഡ് ആയിട്ടാ പറയുന്നത്. ഇപ്പം എന്റെ ഒരു വില്ലന്റെ പേര് നീ ടോപ്പ് 5 പ്ലേസ് ചെയ്യണം. അപ്പം മര്യാദക്ക് എന്ത് ചെയ്യണം, നമുക്ക് മറ്റേ പണി കിട്ടിയാൽ നമ്മളത് ചിന്തിച്ചാണല്ലോ അറേഞ്ച് ചെയ്യാൻ. ടൈപ്പുകളാണ് ഗെയിം കളിക്കാൻ റൂൾസ് ഫോളോ ചെയ്യാൻ പറ്റാത്ത വെറും ആദ്യം എഴുതി കൊടുക്കണം. അതല്ലെങ്കിൽ ഇപ്പൊ മാറ്റി പറയുമെങ്കിൽ നമ്മളെന്തോ ലൈവ് വാട്സപ്പ് വേറെ. അപ്പൊ നിനക്ക് ചുമ്മാ അറിയാൻ പറ്റൊരു ടോപ്പിക് വരണ്ടേ? വേണ്ട ബ്ലൈൻഡ് റാങ്കിങ് അല്ലേ ഇതിപ്പോ 5 പേരുടെ ഇത് നമ്മള് പറയുമ്പോ മാറ്റി പറയാലോ വേണമെങ്കിൽ. ഞാൻ അങ്ങനെ പറയാറില്ല. പറയാനും പറ്റൂല. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഫസ്റ്റ് സ്റ്റാർട്ട്. ഓൾ ഫോർ വൺ എവിടെ ചെയ്യും? ടോപ്പ് 5 നിങ്ങൾ എവിടെ റാങ്ക് ചെയ്യും? എനിക്ക് അറിഞ്ഞൂടാ. ഫോർത്ത്, സെക്കൻഡ്, തേർഡ്. ഞാൻ സെക്കൻഡ്. നീ സെക്കൻഡ് കൊടുത്തു. ഓക്കെ നെക്സ്റ്റ് വൺ ഗാര. ഫിഫ്ത്ത്. നറൂട്ടോയിലെ ഗാരയാണോ? ഞാൻ വിചാരിച്ചു ഗാരോ എന്ന് പറഞ്ഞപ്പോ എല്ലാരും ഫിഫ്ത്ത്. അർഹിക്കുന്നില്ലാത്ത പേരാണ് സുക്കുണ. 3. ഓ 3. ഓക്കെ
ഓക്കെ ഗ്രിഫിത്ത് 4. ആരെന്ന് അറിഞ്ഞൂടാ, അതുകൊണ്ട് അവിടെ വെക്കാം. നല്ല ഓമനത്തുള്ളതായിരുന്നു. 1 കൊടുത്തു, 3 കൊടുത്തു, 4 കൊടുത്തു, 5 കൊടുത്തു. ഇനി 2 കൂടി ഇനി സെക്കൻഡ് കൂടെ ഉള്ളു. നിനക്ക് സെക്കൻഡേ ഉള്ളൂ. നിനക്ക് ഏതാ ബാക്കിയുള്ളത്? എനിക്ക് തേർഡ്. എനിക്ക് 4th. നിനക്ക് ഫസ്റ്റ് ബ്ലാക്ക് ബിയർഡ്. കറക്റ്റ് എനിക്ക് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ബ്ലാക്ക് ബീഡ് 4th ആക്കും. ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. എന്റെയും കറക്റ്റ്. ഫസ്റ്റ് അവന് ആകെ ഉള്ള സുഖം. അല്ല ഫസ്റ്റ് 1 ഗ്രിഫിത്ത്, സെക്കൻഡ് ഓൾ ഫോർ 1, തേർഡ് സുഗുണ, ഫോർത്ത് ബ്ലാക്ക് അല്ല ഫോർത്ത് ബ്ലാക്ക് ബീഡ്, ഫോർത്ത് ബ്ലാക്ക് ബിയർഡും ഫിഫ്ത്ത് ഗാര. ഫിഫ്ത്ത് ഗാരയാണ് എടുത്തത്. കാരണം ബ്ലാക്ക് ബിയർഡിനെ ഇപ്പം വില്ലത്തരത്തിന്റെ അത്ര വലിയൊരു സാധനം കാണിച്ചിട്ടില്ല ബ്ലാക്ക് ബിയർഡ് ഫോർ ദ ടൈം ബീയിങ്. ഹീസ് ദ ട്രൂ പൈററ്റ്. അത് ശരിയാ. പൈററ്റിന്റെ ഷോയിൽ ഏറ്റവും പൈററ്റ് ആയിട്ട് അഭിനയിക്കുന്ന അങ്ങേര് മാത്രമേ ഉള്ളൂ. കളിയാ. ശരി ഓക്കെ പോട്ടെ. നമുക്ക് ഫസ്റ്റ് മാത്രം ഡിസ്കസ് ചെയ്യാം. എന്തുകൊണ്ട് നിങ്ങള് ഫസ്റ്റ് നീ വില്ലൻ ഗ്രിഫിത്ത് അല്ലേ പറഞ്ഞേ? പറയേണ്ട ആവശ്യമില്ലല്ലോ. ഞങ്ങള് ഗ്രിഫിത്താ പറഞ്ഞത്. പറയേണ്ട ആവശ്യമില്ലല്ലോ. 3 പേരും ഗ്രിഫിത്ത് പറഞ്ഞേക്കുന്നു. എല്ലാരും സെയിം ആയിട്ട് പറഞ്ഞ ഏതായിരുന്നു? ഗ്രിഫിത്ത് ഏതാ? നീ ഇല്ല, നമ്മള് 3 പേര് സെയിം. നീ സുഗുണ പറഞ്ഞു. നിന്റെ ഫസ്റ്റ് ആരാ? എന്റെ ഫസ്റ്റ് ഓൾ ഫോർ 1 ആയിരിക്കും. എന്നിട്ട് ഞാൻ ഗ്രിഫിത്ത് കൊടുക്കുള്ളൂ. കാരണം എനിക്ക് ഓൾ ഫോർ 1ന്റെ കുറച്ചുകൂടി വില്ലനിസം കാലാകാലങ്ങളായിട്ട് ഡിഒ പോലെ കാലാകാലങ്ങളായിട്ടുള്ള പിന്നെയും ഒരു ഇതുണ്ട്. അവന് മറ്റേ ഓടി നടന്ന് കൊല്ലം നോക്കുകയാണ്. ഇതെങ്ങനെയല്ല ഇങ്ങോട്ട് ചെറുപ്പത്തിൽ മറ്റേ വൈറ്റ് ഇരുന്നപ്പോഴേ അവൻ മറ്റവന് മറ്റേ കൊന്ന് മറ്റേ ആരേനെ മാറ്റിട്ട് വല്ല ദിയോ വെച്ചാൽ മതിയായിരുന്നു. ദിയോയോ ഐസനോ എന്തെങ്കിലും ആൾക്കാർക്ക് അറിയാവുന്ന വെക്കണം. അവൻ അറിയാവുന്ന എന്തെങ്കിലും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഗാരയും ഓൾ ഫോർ 1ഉം സുഖിനെയും വെച്ച്. ഇല്ലെങ്കിൽ ഞാൻ ഒരിക്കലും വെക്കൂലായിരുന്നു. ഞാൻ പറഞ്ഞു ടോപ്പ് 5 ആനിമേഷൻ. എന്ത് നല്ല സെറ്റ് ആനിമേഷൻ ഞാൻ പറഞ്ഞത്. ജയിച്ചേക്ക് ആരും ഒന്നാമത്തെ സ്ഥാനം കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലായി. ആരും ഫസ്റ്റ് ചാൻസ് കൊടുത്തിട്ടില്ലെന്ന് മനസ്സിലായി. എന്നിട്ട് ഏറ്റവും അവസാനം ചിരിച്ചോണ്ടാ ജയൊക്കെ കൊടുക്കട്ടെ. അടുത്തോട്ടെ ഞാൻ ജയസിന് അയച്ചു കൊടുക്കാം. ജയസ് ആണ് ഇനി ജഡ്ജി. ബ്ലൈൻഡ് റാങ്കിങ് ആദ്യമേ ജയസിന് അയച്ചു കൊടുക്കാം. അപ്പൊ ജയസ് സമ്മതിക്കുമല്ല. ഇതുകൊണ്ടാണ് ജയസിനോടൊന്നും മിണ്ടാത്തത്. സൈലന്റ് ഷിനോബിയാക്കി വെക്കുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സോ താങ്ക് യു ഓൾ ഫോർ കമ്മിങ് ടു ദ പോഡ്കാസ്റ്റ്. അവന് വേണ്ടി മാത്രം പറഞ്ഞു. അവൻ നമ്മളോട് നന്ദി. കുറെ ന്യൂ ഇൻഫോർമേഷൻ പഠിച്ചല്ലോ. കുറെ ന്യൂ ഇൻഫോർമേഷൻസ് അബൌട്ട് ന്യൂ ആനിമേസ്. ഒന്നാലും പോഡ്കാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇനി കുറച്ച് ആനിമേ കണ്ട് തീർത്തിട്ട് വരാം. അപ്പം റിട്ടേൺ ഓഫ് ഋഷി നമുക്കത് ഹാഷ്ടാഗ് നമുക്ക് ഹാഷ്ടാഗ് ബ്രദർ പ്രീമിയം ക്രെഡിറ്റ് കാർഡ് കൊണ്ട് ഞാൻ കാണാറില്ല. 6 ക്രെഡിറ്റ് കാർഡ് ഉണ്ട്. എത്ര സൈറ്റ് ഉണ്ടെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കണോ? ഞാൻ ഇതൊരു എനിക്ക് അങ്ങോട്ട് വർക്ക്ഔട്ട് ആക്കാം. അല്ലേ എത്തി നോക്കും കണ്ടുപിടിച്ചോളൂ. മാനുവ കളർഫുൾ. ഓക്കെ, വൈൻഡിങ് അപ്പ്. അപ്പം ഇത്രയും നിങ്ങൾ ഇവിടെ ഇത്ര നേരം ഇത്രയും കാലം നിങ്ങൾ കഷ്ടപ്പെട്ട് എത്തിയെങ്കിൽ റിട്ടേൺ ഓഫ് ഋഷി എന്നുള്ള ഹാഷ്ടാഗ് ഇടുക. ഋഷിയുടെ ഇതിനു വേണ്ടിട്ട് നമുക്ക് ഫസ്റ്റ് ഓക്കെ. സോ 2 എപ്പിസോഡ് അടുപ്പിച്ച് ഋഷി ഇവിടെ എനിക്ക് സീക്വലോ ഞാൻ ഇതില്ല. ഇല്ല ഇതിനെ എങ്ങോട്ടാ ഇവിടെ വന്ന ഫേമസാ. ഓക്കെ, സോ
ഋഷി എന്നുള്ള ഹാഷ്ടാഗിൽ നിങ്ങൾ ഇഷ്ടപ്പെട്ട് ഇത്രയും വരെ എത്തിയെങ്കിൽ പ്ലീസ് യൂസ് ദ കമന്റ് #ഋഷി. ഓക്കെ, പിന്നെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം പേജിൽ ഫോളോ ചെയ്യുക. പിന്നെ വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ശിനിഗാമി സ്റ്റുഡിയോസ് ഒഫീഷ്യൽ അതിൽ DM ചെയ്യുക. ഞങ്ങൾക്ക് വളരെ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി ഉണ്ട്. ആണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായത്തിൽ ഒരു ടോപ്പ് 5 വില്ലൻസ് ആരാന്നുള്ളതും കൂടി കമന്റ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് ഒരു വീഡിയോ വേണമെങ്കിൽ അതിനെ കുറിച്ച് കമന്റ് ചെയ്യുക. വി കൻ ഡു ദാറ്റ് ഓൾസോ. വൺ പീസ് നോക്കരുത്. അതെ, വേറെ ഏതെങ്കിലും പറയടി. അതെ. പിന്നെ അതുപോലെ തന്നെ വൺ പീസിന്റെ പുതിയ മേർച്ച് ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ 2-3 വീഡിയോസ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അത് ഓർഡർ ചെയ്യാനായിട്ട് താഴെ പർച്ചേസ് ലിങ്ക് കൊടുക്കുന്നതായിരിക്കും. ഇനി അഥവാ അതിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിനും ഇൻസ്റ്റാഗ്രാമിൽ DM ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുവരെ കണ്ടതിന് നന്ദി, നമസ്കാരം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.